കൊല്ലം ജില്ലയിലുള്ള കുടിവെള്ള പ്രശ്നവുമായി ബന്ധപ്പെട്ട വലിയ പ്രതിഷേധമുണ്ടാവുകയാണ്. ഇപ്പോഴും ഇവിടെ സംഘർഷാവസ്ഥ തുടരുകയാണ്. റോഡിൽ കുത്തിയിരുന്ന പ്രവർത്തകർ മുദ്രാവാക്യം വിളിക്കുന്നു. കുറച്ച് പ്രവർത്തകരെ പോലീസ് അറസ്റ്റ് ചെയ്ത് സ്റ്റേഷനിലേക്ക് മാറ്റിയിട്ടുണ്ട്. എങ്കിലും ബാക്കിയുള്ള പ്രവർത്തകർ ഇപ്പോൾ റോഡിൽ കുത്തിയിരുന്ന മുദ്രാവാക്യം വിളിക്കുകയാണ്. അതുമൂലം വലിയ രീതിയിൽ ഗതാഗത പ്രശ്നം ഉണ്ടായിട്ടുണ്ട്. കാര്യം ഒട്ടേറെ ആൾക്കാർ ഈ ദേശീയപാതയിൽ തിരക്ക് കാണില്ല എന്ന് കരുതി ഈ വഴി എത്തി കുറേ ആൾക്കാരുണ്ട്. ബൈപ്പാസിന് സമാന്തരമായുള്ള മറ്റൊരു പാതയാണ്. ആ പാതയിലൂടെ എത്തിയ ആൾക്കാർക്കൊക്കെ തന്നെ വലിയ രീതിയിൽ യാത്രാ ബുദ്ധിമുട്ടുണ്ടായിട്ടുണ്ട്. പ്രവർത്തകരെ അറസ്റ്റ് ചെയ്യാൻ പോലീസ് നോക്കുന്ന സമയത്തൊക്കെ തന്നെ തിരിച്ച് പോലീസിനോട് തട്ടിക്കയറുകയും ഒരു സംഘർഷത്തിലേക്ക് കാര്യങ്ങൾ പോവുകയും ഒക്കെ ചെയ്യുന്ന അവസ്ഥയാണ്. ഇപ്പോഴും റോഡ് കുത്തിയിരുന്ന് മുദ്രാവാക്യം വിളിക്കുന്ന ഒരു സ്ഥിതിയാണ് ഉള്ളത്. അവിടെ ചവറയിൽ കുറേ ദിവസങ്ങളായി ഒരു പ്രദേശത്ത് കുടിവെള്ളം കിട്ടാത്ത ഒരു സാഹചര്യമുണ്ട്. ഇന്ന് അല്ലെങ്കിൽ നാളെ പമ്പിങ് ആരംഭിക്കും എന്നുള്ള ഒരു അറിയിപ്പ് ജില്ലാ ഭരണകൂടത്തിൻ്റെയും അതുപോലെ തന്നെ ഈ കോർപ്പറേഷൻ്റെയും ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടുണ്ട്. എന്നാൽ അടിയന്തരമായി വെള്ളം എത്തിക്കുക എന്ന് ആവശ്യപ്പെട്ടുകൊണ്ടാണ് ഇത്തരത്തിലുള്ള ഒരു പ്രതിഷേധത്തിലേക്ക് RSP പ്രവർത്തകർ പോയിരിക്കുന്നത്. നമ്മളിപ്പോൾ ദൃശ്യങ്ങളിൽ നിന്ന് കാണുന്നത് കുടവും കൊണ്ട് എത്തി അവർ പ്രതിഷേധിക്കുന്നതിൻ്റെ ദൃശ്യങ്ങളാണ് നമ്മൾ കാണുന്നത്. ഈ പ്രവർത്തകരെ കൂടി അറസ്റ്റ് ചെയ്ത് മാറ്റിയെങ്കിൽ മാത്രമേ ഇവിടുത്തെ ഗതാഗതം പുനഃസ്ഥാപിക്കാനുള്ള ഒരു സാഹചര്യം ഉണ്ടാകത്തുള്ളൂ. എന്തായാലും RSP സംസ്ഥാന സെക്രട്ടറി ഷിബു ബേബി ജോൺ അടക്കമുള്ള ആൾക്കാർ ഇവിടെ ഈ പരിപാടിക്ക് പ്രതിഷേധ പരിപാടിക്ക് നേതൃത്വം നൽകുന്നുണ്ട്. ഈ RSP പ്രവർത്തകർ ഉദ്ഘാടനം ചെയ്ത ഷിബു ബേബി ജോൺ അടക്കമുള്ള ആൾക്കാർ പറയുന്നത് ജനങ്ങളെ ബുദ്ധിമുട്ടിച്ചുകൊണ്ടുള്ള ഒരു പ്രശ്നത്തിലേക്ക് കാര്യങ്ങൾ പോകില്ല എന്നാണ് പറഞ്ഞത്. എന്നാൽ ഇത് വലിയ രീതിയിൽ ഗതാഗത കുരുക്ക് ഉണ്ടായിരിക്കുന്നു. ജനങ്ങൾക്ക് വലിയ രീതിയിൽ ബുദ്ധിമുട്ടുണ്ടാകുന്ന ഒരു അവസ്ഥയിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത്. നമുക്ക് ഈ ദൃശ്യങ്ങളിൽ നിന്ന് കാണാൻ സാധിക്കും. KSRTC സൂപ്പർഫാസ്റ്റ് അടക്കമുള്ള ബസ്സുകൾ, ഒട്ടേറെ സ്വകാര്യ ബസ്സുകളുണ്ട്. അവയെല്ലാം തന്നെ ഇങ്ങനെ ഈ റോഡിൽ നിർത്തിയിട്ടിരിക്കുന്നതാണ്. ഇപ്പോൾ ഷിബു ബേബി ജോൺ നമ്മളൊപ്പം ചേർന്നു. റോഡ് മൊത്തം ബ്ലോക്കായി. അല്ല, ഒരു സമൂഹം അവൻ്റെ അടിസ്ഥാന ആവശ്യമായ കുടിവെള്ളത്തിന് വേണ്ടി 10 ദിവസമായി കാത്തു നിന്നിട്ടും ഒരു വ്യക്തത പോലും ഉണ്ടാകുന്നില്ലെന്ന് പറഞ്ഞാൽ പിന്നെ എന്തിനാണ് നമ്മുടെ സംവിധാനങ്ങൾ? ഇതിനല്ല സമരം ചെയ്യുന്നെങ്കിൽ പിന്നെ ഏത് കാര്യത്തിനാണ് സമരം ചെയ്യേണ്ടത്? ഉദ്യോഗസ്ഥരുടെയും സർക്കാരിൻ്റെയും അനാസ്ഥ കൊണ്ട് മാത്രം സംഭവിച്ചതാണ്. ഈ പൈപ്പ് താഴെ പോകും, ഈ പാലം താഴെ പോകുമെന്ന് വളരെ മുൻകൂട്ടി വാട്ടർ അതോറിറ്റി തന്നെ അറിയിപ്പ് കൊടുത്തതാണ്. എന്നിട്ട് അനങ്ങാപ്പാറ നയം സ്വീകരിച്ചിട്ട് ഈ ക്രിസ്മസ് ആദ്യമായിട്ടൊരു ക്രിസ്മസിന് കുടിവെള്ളമില്ലാത്ത ഒരു സാഹചര്യത്തിൽ കൊല്ലം പട്ടണം പോയി കഴിഞ്ഞാൽ പിന്നെ ഞങ്ങൾ നോക്കിക്കണോ? അതുതന്നെയാണ് കാര്യം. കുടിവെള്ളമില്ലാത്തൊരവസ്ഥയിലേക്ക് കാര്യങ്ങൾ പോകരുത്. അത് അടിയന്തരമായി കുടിവെള്ളം എത്തിക്കാൻ വേണ്ടിയുള്ള നടപടി സ്വീകരിക്കാൻ വേണ്ടിയാണ് ഇത്തരത്തിലുള്ളൊരു പ്രതിഷേധമെന്നാണ് RSPയുടെ സംസ്ഥാന സെക്രട്ടറി ഷിബു ബേബി ജോൺ പറയുന്നത്. പക്ഷേ ജനങ്ങൾ വലിയ രീതിയിൽ ബുദ്ധിമുട്ടുന്നു. കാര്യം റോഡ് തടസ്സപ്പെട്ടിരിക്കുകയാണ്, ഗതാഗതം തടസ്സപ്പെട്ടിരിക്കുകയാണ്. അതുമൂലം ഈ റോഡിൽ ഒട്ടേറെ ആൾക്കാർ കുടുങ്ങിക്കിടക്കുന്ന ഒരു സാഹചര്യമുണ്ട്. കൊല്ലം ചവറയിൽ കുടിവെള്ളം മുടങ്ങി 10 ദിവസമായിട്ടും സർക്കാർ ഒരു ഇടപെടലും ഉണ്ടാകുന്നില്ല. അങ്ങനെ പൊതുജനത്തിന് നിരത്തിലിറങ്ങേണ്ടി വന്നിരിക്കുന്നു. അതോടുകൂടി വാഹന ഗതാഗതവും പൂർണ്ണമായി സ്തംഭിക്കുന്നു. സ്ഥലത്ത് ഗതാഗത കുരുക്ക് രൂക്ഷമായി നിൽക്കുകയും ചെയ്യുന്നു. അത്തരമൊരു അവസ്ഥയാണ് ഇപ്പോൾ കൊല്ലം ചവറയിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. പ്രതിഷേധമല്ലാതെ നാട്ടുകാർക്ക് മുന്നിൽ രാഷ്ട്രീയ പാർട്ടികൾ നേതൃത്വം നൽകുന്നുണ്ടെങ്കിലും അവിടുത്തെ നാട്ടുകാർക്ക് മുന്നിൽ മറ്റു വഴിയില്ല എന്നുള്ളതാണ്.